السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർനീമത്തുൽ ലൈലല്ലേ അത് നോക്കിയതാണ്. തെർനീമത്തുൽ ലൈല എന്നുള്ള പാഠം നോക്കി. ഇന്ന് നമുക്ക് ഈ പീരീഡിൽ നോക്കാനുള്ളത് നമുക്ക് അതിലെ വർക്കുകളാണ്. വർക്കുകൾ അൻഷിത്ത ഒന്നാമത്തതിൽ കുറച്ച് പദങ്ങൾ നോക്കാം. അത് നമ്മൾ നോക്കി. അതിലെ നഖ്റ നമ്മൾ വായിക്കുന്നു, വനുദിരിക് നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലേതൊക്കെ പദങ്ങളാണ് ഇതുമായിട്ട് നമ്മൾ പാഠം ബന്ധിപ്പിക്കാൻ നമുക്ക് പറ്റിയത് എന്നൊക്കെ നോക്കേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം. യാ തിഫ്ലി എൻ്റെ കുട്ടിയെ, അൻത തനാമു ദായിമൻ ഫിൽ ഫിറാഷിൻ നാഇമി എന്നാണ്. അന്ത നീ, തനാമു നീ ഉറങ്ങുന്നു, നാമ യനാമു തനാമു നീ ഉറങ്ങുന്നു, ദായിമൻ ദായിമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം എന്നർത്ഥം. ഉറങ്ങുമ്പോഴൊക്കെ ഉണ്ടാകും, അതായത് എപ്പോഴും ഉറങ്ങാന്നല്ല, ഉറങ്ങുമ്പോൾ എപ്പോഴും, ദായിമൻ എപ്പോഴും, ഫിൽ ഫിറാഷിൻ നാഇമി. ഫിൽ ഫിറാഷ് എന്ന് പറഞ്ഞാൽ പുതപ്പ്, വിരിപ്പ് എന്നൊക്കെ, പുതപ്പ്. ഓക്കെ. അന്നാഇമി, അന്നായിം നായിം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നല്ല മിനുസമുള്ളത്, നല്ല എന്താ പറയുക, നല്ല മയമുള്ളതെന്ന്. അപ്പോൾ നല്ല മിനുസമുള്ള പുതപ്പിലാണ് നീ എപ്പോഴും ഉറങ്ങാറുള്ളത്. എന്നിട്ട് പറയാണ്, യാ ഹബീബി എൻ്റെ സ്നേഹഭാജനമേ, നം ആമിനൻ നീ ഉറങ്ങുക, നം നീ ഉറങ്ങുക, ആമിനൻ സുരക്ഷിതനായി നീ ഉറങ്ങുക. മിൻകുല്ലിൽ ആഫാത്ത്, മിൻകുല്ലിൽ ആഫാത്ത്, മിൻ പറഞ്ഞാൽ ഇൽ നിന്ന് എന്നല്ലേ, കുല്ല് പറഞ്ഞാൽ എല്ലാം, അല്ല ആഫാത്ത് പറഞ്ഞാൽ എല്ലാ ആപത്തുകൾ. അപ്പോൾ എല്ലാ ആപത്തുകളിൽ നിന്നും സുരക്ഷിതനായി നീ ഉറങ്ങുക. ഇനി പറയണം നമ്മളെ വയത്തുള്ളത് പോലെ തന്നെ, റാഹൻ നഹാറു എന്നുള്ള വരി ഉണ്ടല്ലോ അവിടെ, അദ്ബറൻ നഹാർ പകൽ അത് പിന്നോട്ടടിച്ചു പോയിരിക്കുന്നു, അത് പിന്തിയിരിക്കുന്നു, അത് അദ്ബറ അത് പിന്തിയിരിക്കുന്നു, മാഹു അതിൻ്റെ കൂടെ മറയുകയും ചെയ്തിരിക്കുന്നു, അത്താബു ക്ഷീണം അതിൻ്റെ കൂടെ മറഞ്ഞു പോയിരിക്കുന്നു, ഇഖ്തറബൽ ലൈലു രാത്രി അടുത്തു വന്നിരിക്കുന്നു, രാത്രി അടുത്തിരിക്കുന്നു, മാൽ അംനി സുരക്ഷിതമായിട്ടും എന്ന് പറഞ്ഞാൽ സുരക്ഷിതയോടെയും, വസ്സലാമത്തി രക്ഷയോടെയും, നല്ല സുരക്ഷിതമായിട്ടും രക്ഷയായിട്ടും രാത്രി അടുത്ത് വന്നിരിക്കുന്നു. അഖാമത്തിൽ ഉസ്ഫു അസാഫീർ, ഉസ്ഫുറിൻ്റെ ജമ്മാണ് അസാഫീർ കേട്ടോ. അപ്പോൾ കുരുവികൾ, അഖാമ അവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നതാണ്, അവിടെ താമസിച്ചിരിക്കുന്നു. എങ്ങനത്തെ കുരുവികളാണ്? അൽ മുഗരിദത്തി പാട്ട് പാടുന്ന, നല്ല രാഗമീട്ടുന്ന നല്ല കുരുവികൾ രാപ്പാർത്തിരിക്കുന്നു. അഖാമത്ത് അവിടെ താമസിച്ചിരിക്കുന്നു. ഫി ഹിഫ്ളില്ലാ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, തആല ഉന്നതനായ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ പാട്ടുപാടുന്ന കിളികളൊക്കെ അവിടെ താമസിച്ചിരിക്കുന്നു. ഇന്നഹു തീർച്ചയായും അള്ളാഹു ലാ യഗ്ഫുലു അൻ അഹദിൻ ഒരാളെ തൊട്ടും ഒരു കാര്യത്തെ തൊട്ടും അശ്രദ്ധവാനാവുകയില്ല അള്ളാഹു. നം കുട്ടിയെ നീ ഉറങ്ങുക, അന്ത നീ, നം അന്ത നീ ഉറങ്ങുക, ഫീ ഹിമാഹു അവൻ്റെ സംരക്ഷണ വലയത്തിൽ, അവൻ്റെ അള്ളാഹുവിൻ്റെ സംരക്ഷിത സ്ഥലത്ത് നീ ഉറങ്ങുക. അതുപോലെ തന്നെ വാസിൽ നൗമക നിൻ്റെ ഉറക്കിനെ ചേർക്കുക, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക, ഉറങ്ങിയിട്ട് നിൻ്റെ ഉറക്കത്തിനെ ചേർക്കുക. ഹത്ത സഹർ അത്തായ സമയം വരെ, സഹർ അത്തായ സമയം വരെ നീ ഉറങ്ങുക എന്നർത്ഥം. അൽ അംനി സുരക്ഷിതമായിട്ട്, സുരക്ഷയോടെ, മിൻകുല്ലി ദുൽമിൻ എല്ലാ അക്രമത്തിൽ നിന്നും, അതൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, അതൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതമായി അത്തായ സമയം വരെ നീ നിൻ്റെ ഉറക്കത്തെ ചേർത്ത് കൊള്ളുക. എന്നിട്ട് പറയുകയാണ്, നം നീ ഉറങ്ങുക, ഫി ഹിഫ്ളി ഖാലിഖിൽ ഇൻസാൻ, ഫി ഹിഫ്ളി ഖാലിഖിൽ ഇൻസാൻ, ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, അൽ ഇൻസാൻ എന്ന മനുഷ്യൻ, മനുഷ്യകുലത്തെ സൃഷ്ടിച്ച റബ്ബിൻ്റെ ഹിഫ്ള് സംരക്ഷണത്തിൽ നീ ഉറങ്ങുക, ആമിനൻ സുരക്ഷിതനായിട്ട്. ഇതിനുള്ള ഒരു വർക്ക് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ പാഠവുമായി ബന്ധപ്പെട്ട അതിന് തുല്യമായ പദങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. തിഫ്ല്, ഹബീബ് തുടങ്ങി ആഫാത്ത്, പിന്നെ അതുപോലെ തന്നെ
പിന്നെ ലുൽമ്, അതൻ, ഇതൊക്കെ പാഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങളാണ്. ഖാലിക്ക്, ബാര് അല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പരസ്പരം ഒന്ന് ജമ്പ് ചെയ്ത് നോക്കുക. ഇതിലെ പദങ്ങളൊന്ന് വെച്ച് നോക്കുക കേട്ടോ. പിന്നെ അതിലെ വർക്ക് പ്രധാനപ്പെട്ട വർക്കാണ് കേട്ടോ. രണ്ടാമത്തെ വർക്ക് നക്തഷിഫിൽ അജ്വിബത മിൻ ഹാദിഹിൻ നസർ. ഇവിടെ ഒരു ചെറിയൊരു നമ്മളെ പാഠം ഒരു പദ്യമായിരുന്നു. ആ പദ്യത്തിൻ്റെ അതേ ആശയത്തിലുള്ള ഒരു പദ്യം അറിയല്ലോ. പദ്യം എന്നുള്ളത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു എന്താ പറയുക, ഗാനമായിരിക്കും. പിന്നെ ഗദ്യം എന്ന് പറഞ്ഞാലോ അതിനെ ഒന്ന് വിശദീകരിച്ച് എഴുതിയായിരിക്കും. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചൊക്കെ എന്തുണ്ടാവും, ഗദ്യം പദ്യരൂപത്തിൽ എഴുതുക എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് എന്ത്, ഇതേ ആശയത്തെ അതിൻ്റെ സെൻറ്റൻസ് രൂപത്തിൽ എഴുതിയതാണ് ഒന്നാമത് നഖറ വനദ്രിക്ക്. ഇനി അതിലെ ചോദ്യങ്ങൾ. അയിന യനാമുത്തിഫിലു ദായിമൻ, അയിന യനാമുത്തിഫിലു, കുട്ടി എവിടെയാണ് ഉറങ്ങുന്നത്, ദായിമൻ, എപ്പോഴും കുട്ടി എവിടെയാണ് ഉറങ്ങുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ പരിപൂർണമായിട്ട് എഴുതുക? യനാമുത്തിഫിലു ദായിമൻ ഫിൽ ഫിറാഷിൻ നായിമി. അതിൻ്റെ അർത്ഥം അറിയല്ലോ, നല്ല മിനുസമുള്ള നല്ല മൃദുലമായ പുതപ്പിലാണ് കുട്ടി ഉറങ്ങാറുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം എടുത്ത് എഴുതണം. അപ്പോൾ യനാമുത്തിഫിലു ദായിമൻ ഫിൽ ഫിറാഷിൻ നായിം, അങ്ങനെ എല്ലാത്തിനും ഉത്തരം എഴുതണം കേട്ടോ. അടുത്തത് മതാബത്താബു, എപ്പോഴാണ് ക്ഷീണം പോകുന്നത്? ഇതിൽ ലമ്മ അജ്ബറൻ നഹാറു അല്ലെങ്കിൽ ലമ്മ റാഹൻ നഹാറു, രാത്രി പകൽ കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം പോയില്ലേ. പിന്നെ അയിന ഇഖാമത്തുൽ അസാഫീർ, ഈ കുരുവി എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് അത് രാപ്പാർക്കുന്നത്, എവിടെയാണ്? അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? അഖാമത്തിൽ അസാഫീറു ഫി ഹിഫ്ലില്ലാഹി എന്ന് എഴുതുക. നമ്മളെ കവിതയിലുള്ള വരികയാണെങ്കിലോ ബാത്തത്തിൽ അസാഫീറു ഫി ഹിഫ്ലി മൗലാന അല്ലെങ്കിൽ ഫി ഹിഫ്ലില്ലാഹി എന്നൊക്കെ എഴുതുക. നിങ്ങൾക്ക് അതിന് ചോദ്യവും ഉത്തരവും മനസ്സിലാവണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നാലാമത്തത് മൻ യഹിബു വയംനഹുൽ അംന വസ്സലാം, ആരാണ് സുരക്ഷിതത്വവും രക്ഷയും നൽകുന്നവൻ? വഹബ യഹിബു എന്ന് പറഞ്ഞാൽ നമ്മൾ റഹിബത്ത് കൊടുക്കുക, ദാനം കൊടുക്കുക എന്നൊക്കെ. മനഹ എന്ന് പറഞ്ഞാലും നൽകുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആരാണ് രക്ഷയും സുരക്ഷയും നൽകുന്നവൻ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം എഴുതുമ്പോഴോ യഹിബു വയംനഹുൽ അംന വസ്സലാമ, ആരാണ് ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഹുവല്ലാഹ്, അല്ലെങ്കിൽ യഹിബുല്ലാഹു വയംനഹു അല്ലംന വസ്സലാമ, അങ്ങനെ ഉത്തരം എഴുതുക. ഫായിലിനെ മുന്തിച്ചിട്ട് ഇനി ഫായിൽ അവിടെ എഴുതണില്ല എന്നുണ്ടെങ്കിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളും എഴുതി കൊടുക്കുക. അല്ലേ, അള്ളാഹു അല്ലേ സുരക്ഷിതത്വം നൽകുന്നവൻ. പിന്നെ അയ്യു നൗമിൻ യുഹിബ്ബുഹു ഷാഇറുൽ തിഫ്ലി, ഈ കവി ഈ കുട്ടി ഏത് രൂപത്തിൽ ഉറങ്ങലാണ് ഇഷ്ടപ്പെടുന്നത്? അയ്യു നൗമിൻ, ഏത് തരം ഉറക്കമാണ് യുഹിബ്ബുഹു ഷാഇറു, കവി ഇഷ്ടപ്പെടുന്നത്, ആ ഉറക്കിനെ ഇഷ്ടപ്പെടുന്നത്, ലിത്തിഫ്ലി കുട്ടിക്ക്. അപ്പോൾ കുട്ടി ഏത് രീതിയിൽ ഉറങ്ങണമെന്നാണ് കവി ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ്? യുഹിബ്ബു ഷാഇറു ലിത്തിഫ്ലി അന്നൗമ ആമിനൻ അല്ലേ ഫി ഹിഫ്ലില്ലാഹി അല്ലെങ്കിൽ ഫി ഹിമല്ലാഹി എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം എഴുതാം. പിന്നെ അടുത്തത് മൂന്നാമത്തെ വർക്ക് കം കലിമത്തൻ നഖ്ദിറു അൻ നളഅ മകാനഹ കലിമത്തൻ ഉഖ്റ ഫി ഹാദൽ മൻളൂം. ഇവിടെ ഒരു നളമ കണ്ടില്ലേ, ഒരു മൻളൂം, ഈ പദ്യം. ഈ പദ്യത്തിൽ എത്ര പദങ്ങളെ നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തുല്യ പദങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ആ പദങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കുക. ഇതല്ലാത്ത പദങ്ങൾക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊക്കെ നിങ്ങൾ ചേർത്ത് വെക്കണം. ഇപ്പോൾ ഇന്നൽ ഫിറാഷൻ നായിമ ഫീഹി തനാമു ദായിമൻ എന്നുള്ളത് മാറ്റിയതാണെങ്കിൽ പിന്നെ ഇന്നെ മതി. ഓക്കെ, അൽ ഫിറാഷ് എന്ന് പറഞ്ഞാൽ പുതപ്പ്. അതിനെന്ത് പറയും? ബഥാനിയത്ത് എന്ന് പറയും. ബിഥാനിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലാങ്കറ്റ് പോലുള്ള സാധനത്തിനാണ് ബഥാനിയ എന്ന് പറയട്ടോ. പിന്നെ നായിമ എന്നുള്ളതിനോ നമ്മളെ പാഠത്തിൽ തന്നെ ഉണ്ടല്ലോ, പാഠത്തിന് അൻസിത്തയിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് നായിമത്ത് ലയ്യൻ. അപ്പോൾ ഇന്നൽ ബിഥാനിയത്ത് ലയ്യന അല്ലേ. ഫീഹി തനാമു എന്നുള്ളതിന് മറ്റൊരു ഫീൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. റഖദ, റാ ഖാഫ് ദാല്, റഖദ യർഖുദു അല്ലേ.
അപ്പോൾ അത് ഇതെന്ത് ഫീഹി തെർക്കുതു ദായിമൻ എന്നുള്ളതിന് വളരെ സിമ്പിളായ മറ്റൊരു പദമുണ്ട്. ദായിമൻ എന്നുള്ള എപ്പോഴും എന്നല്ല. അപ്പോൾ അബദൻ അബദൻ എന്ന് ഉപയോഗിക്കും. അതുപോലെ തന്നെ സർമദൻ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അബദൻ എന്നുള്ളതാണ് വളരെ സിമ്പിളായത്. അപ്പോൾ എന്ത് ചെയ്താൽ ഫീഹി തെർക്കുതു അബദ. അങ്ങനെ എല്ലാ പദങ്ങളും നമുക്ക് എത്രത്തോളം പദങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ടോ അത്രയും പദങ്ങൾ നിങ്ങൾ മാറ്റി എഴുതാം. അപ്പോൾ അതിന് തുല്യമായ പദങ്ങൾ ഈ നമ്മൾ ഗദ്യരൂപത്തിൽ എഴുതിയതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് നമ്മൾ മുജമാറുണ്ട് കൊടുത്താൽ അതിലുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, അതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇവിടെ എഴുതാം. ഒരുപാടുണ്ട്. അനാ, താബ്, അതിന് ക്ഷീണം അല്ലേ. അതുപോലെ തന്നെ ഇഹ്തജബ എന്നുള്ളതിന് മറയുക, ഗോബ. പിന്നെ അതുപോലെ തന്നെ ഇഖ്തറബ എന്നുള്ളതിന് നമ്മൾ മറ്റൊരു പദം മുമ്പ് പഠിച്ചിട്ടുണ്ട്, ധന. ലമ്മ നമ്മൾ ഇത് പഠിച്ചല്ലേ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വാള് വീണ മഞ്ഞംനൗക മിന്നി എന്നുള്ള അവിടെ ഉണ്ട് ധന എന്ന് പഠിച്ചിട്ടിരുന്നു. ധനാമിൻ. അപ്പോൾ ഇഖ്തറബ പറഞ്ഞ ധന അടുക്കുക. നം എന്നുള്ളതിന് മറ്റും ഇത് ഉർഖുദ് അല്ലേ. ആമിനൻ സുരക്ഷിതനായിട്ട്. അപ്പോൾ മഹ്ഫൂലൻ സുരക്ഷിതനാക്കപ്പെട്ടവനായിട്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ ചേർത്ത് കൊടുക്കുക. ബാത്തത്ത് എന്നുള്ളതിന് അക്കാമത്ത് ഇവിടെ കൊടുത്തല്ലോ, അതുപോലെ തന്നെ. പിന്നെ വറദ് പാട്ട് പാടുന്ന. ഓക്കെ. മൗലാന നമ്മുടെ യജമാനൻ. അവിടെ ഇനി വേറെ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു സിഫത്ത് കൊടുത്തു വെക്കുക. ഒരുപാട് സിഫത്തുകൾ ഉണ്ടാവും. അർ-റഹ്മാൻ റഹീം, മലിക്കുൽ ഖുദ്ദൂസ്, സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, അബ്ദുൽ ജബ്ബാർ തുടങ്ങിയ അസ്മാഉൽ ഹുസ്നകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു സിഫത്ത് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. സ്വമദും അതുപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഗഫലാല യഗ്ഫലു അശ്രദ്ധനാവുക. അത് നമ്മളൊരു പദം പഠിച്ചിട്ടുണ്ട്, അംഹലയും ഹിലു എന്ന അമാന്തം കാണിക്കുക. അപ്പോൾ മൻ അള്ളാഹു ലൈസ യംഹലു അന്നഹദി ഒന്നിനെ തൊട്ടും അശ്രദ്ധ കാണിക്കുന്നവനല്ല എന്ന് പറ്റും. പിന്നെ അൻഷൈഇൻ എന്നൊക്കെ അഹദ് എന്നുള്ള അൻഷൈഇൻ ഒന്നിനെ തൊട്ടും. ഹിമ എന്നാൽ എന്താ പറഞ്ഞത്, നമ്മൾ സംരക്ഷിത സ്ഥലം എന്നാണ്. അപ്പോൾ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ അർത്ഥം കൊടുക്കുക. പിന്നെ ഖദറിന് അതാ, ബാരിന് ഖാലിഖ്, ലൈമിന് ളുൽമ്, അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കവിതാരൂപത്തിൽ എന്ത് ചെയ്യുക, മാറ്റി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അത് ചെയ്യുക. അപ്പോൾ ഈ 2 വർക്കുകൾ ചെയ്യട്ടോ, 2ഉം 3ഉം. രണ്ടാമത്തെ വർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മൂന്നാമത്തത് ഈ കവിതയിലെ പദങ്ങളൊന്ന് മാറ്റി ഒരു കവിതാരൂപത്തിൽ എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും.